നമസ്കാരം. സ്ഥാനമൊഴിയുന്ന ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പകരക്കാരിയായി കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ഇന്ത്യൻ വംശജ എത്താനുള്ള സാധ്യതകൾ ഏറുകയാണ്. നിലവിൽ രാജ്യത്തിന്റെ ഗതാഗത മന്ത്രിയായ അനിത ആനന്ദ് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാണ് അവിടുത്തെ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുമെന്ന് പ്രഖ്യാപിച്ച ജസ്റ്റിൻ ട്രൂഡോ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി പുതിയ നേതാവിനെ കണ്ടെത്തുന്നത് വരെയായിരിക്കും പദവിയിൽ തുടരുന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഗതാഗത വകുപ്പിനൊപ്പം തന്നെ ആഭ്യന്തര വ്യാപാര വകുപ്പിന്റെ ചുമതലയും അനിത ആനന്ദ് വഹിക്കുന്നുണ്ട്. നോവാസ്കോട്ടിയിൽ ജനിച്ചു വളർന്ന അനിത ആനന്ദിന്റെ രക്ഷിതാക്കൾ തമിഴ്നാട്ടിൽ നിന്നും കാനഡയിലേക്ക് കുടിയേറിയവരാണ്. 1985 ഇവർ നോവാസ്കോട്ടിയിൽ നിന്നും ഒന്റാറിയോയിലേക്ക് താമസം മാറുന്നത്. ഭർത്താവ് ജോണിനും 4 മക്കൾക്കുമൊപ്പമാണ് അനിതയുടെ ജീവിതം. 2019 തെരഞ്ഞെടുപ്പിൽ ഓക്വില്ലയിൽ നിന്നും അനിത ആനന്ദ് ആദ്യമായി പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. കനേഡിയൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഹിന്ദു വനിതയായിരുന്നു അനിത. 2019 മുതൽ 2021 വരെ പൊതുസേവനങ്ങളുടെയും സംഭരണ വകുപ്പിന്റെയും മന്ത്രിയായി സേവനമനുഷ്ഠിച്ച അവർ ട്രഷറി ബോർഡ് പ്രസിഡന്റായും ദേശീയ പ്രതിരോധ മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. അനിത പബ്ലിക് സർവീസസ് ആൻഡ് പ്രോക്യൂർമെന്റ് മന്ത്രിയായി പ്രവർത്തിക്കുന്ന സമയത്തായിരുന്നു കോവിഡ് മഹാമാരി എത്തിയത്. ഈ സമയത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയക്കാരി എന്ന നിലയിൽ അവരുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുകയായിരുന്നു. പിന്നീട് ദേശീയ പ്രതിരോധ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചപ്പോൾ സൈന്യത്തിലെ ലൈംഗിക ദുരാചാരങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും അവർ നടപ്പിലാക്കി. യുക്രൈനിലെ റഷ്യയുടെ അനധികൃത അധിനിവേശത്തെ തുടർന്ന് യുക്രൈനിയൻ സൈനികരെ പരിശീലിപ്പിക്കുന്നതിന് സമഗ്രമായ സൈനിക സഹായം നൽകാനുള്ള കാനഡയുടെ പ്രവർത്തനങ്ങൾക്കും അവർ നേതൃത്വം നൽകി. 2024 സെപ്റ്റംബറിലാണ് ട്രഷറി ബോർഡ് പ്രസിഡന്റ് എന്ന പദവിക്ക് പുറമെ ഗതാഗത മന്ത്രിയായി അനിത ആനന്ദിനെ നിയമിക്കുന്നത്. രാഷ്ട്രീയക്കാരി എന്നതിനൊപ്പം തന്നെ അനിത ആനന്ദ് അഭിഭാഷകയും ഗവേഷകയുമാണ്. ടൊറന്റോ സർവകലാശാലയിൽ നിയമവിഭാഗത്തിൽ പ്രൊഫസറായിരുന്നു അവർ. നിക്ഷേപക സംരക്ഷണത്തിലും കോർപ്പറേറ്റ് ഭരണത്തിലും ക്ലാസുകൾ എടുത്തിരുന്നു അവർ. യേൽ ലോ സ്കൂൾ, ക്വീൻസ് യൂണിവേഴ്സിറ്റി, വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലും അവർ നിയമം പഠിപ്പിച്ചു. ക്വീൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സ്റ്റഡീസിൽ ബിരുദം, അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമശാസ്ത്രത്തിൽ ബിരുദം, ഡൽഹൌസി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമത്തിൽ ബിരുദം, ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമത്തിൽ ബിരുദാനന്തര ബിരുദം എന്നിങ്ങനെയാണ് അനിത ആനന്ദിന്റെ വിദ്യാഭ്യാസ യോഗ്യത.